ഹായ്, ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ജ്യോതിനൊപ്പമാണ്. അപ്പം നമ്മൾ 2-3 വീഡിയോ ഒക്കെ ഇട്ടു. ആരും നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്. ഇത് നമ്മൾ പഠിക്കുന്നവരാണ്, ഒരു ലേണറാണ്. അന്നേരം വണ്ടി പഠിക്കുമ്പം മിസ്റ്റേക്കുകളുണ്ടാവും. നമ്മൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞതാണ് നമുക്ക് അതിനെ അടുത്ത സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നെഗറ്റീവായിട്ടൊന്നും എടുക്കുകയും ചെയ്യരുത്. അപ്പം നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ വണ്ടി പഠിക്കുമ്പോൾ ഇപ്പം ഞാനായാലും വണ്ടി പഠിച്ചപ്പം കുറേ മിസ്റ്റേക്കുകളിലൂടെയാണ് ഞാനും ക്ലിയർ ആയത്. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് ജ്യോതിനാണ്. അപ്പോൾ ജ്യോതിന് ട്രെയിൻ ടെസ്റ്റ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജ്യോതിന് നമുക്ക് വണ്ടി ഓടിക്കുന്നതും അത് എന്താണ് ഫാൾട്ടൊക്കെ അത് കാണുന്നവർക്ക് അറിയാം. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളത് ചെയ്യത്തില്ല, അത് കറക്റ്റാക്കി ചെയ്യാനാണ് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റും. ഓക്കെ, നേരത്തെ പിന്നെ മിററും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഡോറ് മാത്രം ലോക്ക് ചെയ്തില്ലെന്നാണ്. അത് തന്നെ. നമ്മൾ വണ്ടി എടുക്കുമ്പം ബാക്ക് ഡോറ് 4 ഡോറും കറക്റ്റായിട്ട് അടഞ്ഞു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കോട് തിരിഞ്ഞ് നോക്കണം, മിറർ ചെക്ക് ചെയ്യണം. അത് തന്നെ. ചിലപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് വരും. വണ്ടിയിൽ ഉറപ്പില്ല. ഓക്കെ, വണ്ടി എടുക്കുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് കൂടി കൂടി കൊടുക്കണം. പിന്നെ ആ സൈഡ് ഗ്ലാസ് ഒന്ന് കയറ്റി വെച്ചു. സൈഡ് ഗ്ലാസ് ഓക്കെ എടുക്കുന്ന പോലെ നമുക്ക് ആ സ്കൂളില്ല, സ്കൂളിന് ലെഫ്റ്റ് സൈഡ് കണ്ടെങ്കിൽ ആ സ്കൂളിന് താഴേക്കുണ്ട് നമ്മുടെ ജയിൽ റോഡ്. അപ്പോൾ നമ്മൾ പോകുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള റോഡിൽ കൂടിയാണ്. ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു എളുപ്പമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ. ഒരു നല്ല റോഡുകളിൽ, നല്ല വീതിയുള്ള റോഡുകളിലൊക്കെ എടുത്ത് നാരോയാണ്, കുറച്ച് ഇടുങ്ങിയ വഴി കൂടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ ആ ഇടുങ്ങിയ വഴിയിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടി എന്താകും, വീണ്ടും ചെറിയ റോഡിലോട്ട് കയറും. അപ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് അവിടെയൊക്കെ വരുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണ് നോക്കാൻ നമുക്ക്. തിരിഞ്ഞാൽ നമ്മൾ ഒരു 50 മീറ്റർ മുന്നേ ഇൻഡിക്കേറ്റർ കൊടുക്കും, അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, ആദ്യം ക്ലച്ചിന് ബ്രേക്കിൻ്റെ പെട്ടോട്ട് ആദ്യം ഒന്ന് ക്ലച്ചിനെ കൊടുത്ത് ഓക്കെ ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും നമ്മൾ സ്പീഡ് കുറയ്ക്കും. അന്നേരം തേർഡ് ഗിയർ കിട്ടില്ല. കണ്ട ആ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇടാണ്ടാണ്. ഓക്കെ, പുള്ളിക്കാരൻ പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. ഓക്കെ, അവിടെ നമ്മൾ തേർഡ് ഗിയർ കിട്ടില്ല. അത് സെക്കൻഡിലോട്ട് പുള്ളിൻ്റെ കുടയൊക്കെ ഉണ്ടോ അവിടെ പോയി എവിടെയെങ്കിലും വണ്ടി നിർത്തും, അല്ലെങ്കിൽ വണ്ടി വീഴും. ഒരു കൺട്രോളിലെ വണ്ടി എടുക്കാൻ പറ്റും. ആ വൈപ്പറിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. ഓക്കെ, ഒന്ന് ഹോൺ അടിക്കണം ചെറുപ്പം. എന്നിട്ട് ഇവിടെ നിന്ന് ക്ലച്ചിനെ ഫുൾ പ്രസ് ആക്കിപ്പിക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഗിയറിനെ ഡൗൺ ചെയ്തോളൂ. ഞാൻ രണ്ടോ ഇനിയും ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള റോഡ് പിന്നെ വണ്ടിയിലില്ലേ, അപ്പോൾ ആ ഒരു മുഴ എന്ത് ചെയ്യരുത്, വണ്ടീൻ്റെ അടിഭാഗമൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്താ സംഭവം എന്നറിയാമോ? അതെ തന്നെ. ഓക്കെ, എപ്പോൾ എടുക്കുമ്പോഴും മിറർ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് വീടുണ്ടോ? ഇവിടെ നിന്ന് റൈറ്റിലോട്ട് കയറട്ടെ. അല്ലല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോകണം കേട്ടോ. നേരത്തെ പറഞ്ഞു നോക്കുന്നുണ്ട്. ജയില് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇതാണ് ജയില്. ഇവിടെ ഇതോ ആ ഇത് ഇതവിടെ അവിടെ വണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് പോകണ്ട. റൈറ്റിലോട്ട്
റൈറ്റ് റൈറ്റ് ഒന്ന് ഓണടിച്ച് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുവാണ് കേട്ടോ. റൈറ്റ് മെയിൻ റോഡല്ല അത്. ഇവിടെ സ്പീഡ് കൂട്ടരുത്, സ്പീഡിനെ കുറച്ചിട്ട് വേണം എടുക്കാൻ പറ്റുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അതൊരു കയറ്റിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ വൈബ്രേഷൻ ഫീൽ ചെയ്യട്ടെ. അല്ല വൈബ്രേഷൻ വരട്ടെ, ആ ഒരു ബൈക്കും പോയിട്ട് എടുത്തിട്ട് അത് എന്നിട്ട് ബ്രേക്കുന്ന ആളുണ്ട് ആ സെറ്റ്. ഓക്കെ കാറുകാരുണ്ട്. ഒന്ന് ആ സൈഡ് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മതിയായിരുന്നു. നമ്മളാ കുടിഞ്ഞ് വന്നപ്പോഴേ ഇനി നമ്മൾ അവിടെ കാർ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് മേലോട്ടിട്ടുള്ള കയറുന്നേ. മേലോടല്ല, ഇവിടെ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് ഇതെവിടെ ശ്രദ്ധിച്ചില്ല, കിട്ടില്ല. ബൈക്ക് നോക്കുന്നുണ്ടോ? ബൈക്കിന് ഇവിടെ നമ്മളിനി ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കണം. ഇവിടെ നമ്മൾ രണ്ടിനും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ വണ്ടി കണ്ടില്ലേ, അപ്പൊ നമ്മള് കുറച്ച് അങ്ങോട്ട് ചേരുമ്പി നല്ലപോലെ അങ്ങോട്ട് ഓടിക്കണമായിരുന്നു. നീ ഈ വണ്ടി ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ കേറ്റിട്ട് കുറച്ചുകൂടി അത് പറ്റില്ല. ഓക്കെ ആ ശരിയോട്ട് പുള്ളിക്കാരന് മിസ്റ്റേക്ക് പറ്റി. പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ നിർത്തി കൊടുക്കുക. ആ വണ്ടി പോട്ടെ, എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റിയറിംഗ് വല്ല ദിവസത്തേക്ക് ഓടിച്ചിട്ടെടുക്കും. അതെ ആ ചേട്ടനെ വേണ്ട, ബ്രേക്കിന്റെ വീട്ടോട്ട് കട്ടെ. അവിടെ ചെറിയൊരു ഇവിടെ ഓക്കെ അങ്ങോട്ടോ. നേരെ നമ്മളൊന്നൊരു വണ്ടി നിർത്തി തന്നെ നമ്മൾ ഈ ടാക്സ് ഒക്കെ പറയാം കഴിക്കുന്നത് കാണിക്കുന്നത്. ഇവിടെ അതാ സ്വിഫ്റ്റ് ശ്രദ്ധിച്ചില്ല നീ. നിന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം ശ്രദ്ധ വന്നു. ആ ഓക്കെ ഇനിയിപ്പോ ഫ്യൂല് നോക്കി പെട്രോൾ ഉണ്ടോ? ഓക്കെ നമുക്ക് ഇനി പെട്രോൾ ഒന്നും അടിക്കണം. ആ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് ഇതിന്റെ ടാങ്കിന്റെ എവിടെയാണെന്നറിയാമോ? അതന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഒരു എല്ലാം വരുന്നത്. അതെ സൈഡാകുമ്പോൾ ഓരോ ചെക്ക് ചെയ്തു. അതന്നെ ഓക്കെ കറക്റ്റ്. അത് ഇല്ല നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ അതെ ഫസ്റ്റ് ഇയർ തന്നെ പോയാൽ മതി. സെക്കൻഡ് ഇയർ ആയിരുന്നെങ്കിലോ ഓക്കെ. ഇതിനൊക്കെ വരെ നമ്മൾ ഗിയർ മാറണ്ട. റോഡ് ക്ലിയർ ആയിട്ടില്ലല്ലോ, റോഡ് ട്രാഫിക് ബ്ലോക്ക് അല്ലായിരുന്നു. റൈറ്റിലോട്ട് സെൻട്രൽ ഇൻഡിക്കേറ്റർ ഓഫ് ആയി അങ്ങോട്ട് വെച്ചു. അവിടെ പെട്രോൾ നീ ലെഫ്റ്റ് സൈഡും പെട്രോൾ ശ്രദ്ധിക്കണം. നേരെ 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 സ്റ്റിയറിംഗ് നേരെ. ഓക്കെ വണ്ടി ഓക്കെ അവിടെ തടസ്സമായി. അവിടെ ഒരു ബസ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ ഇപ്പം ശ്രദ്ധിക്കണം. റൈറ്റിലൂടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല. ഓക്കെ ആക്സിഡന്റ് റൈസ് ആക്കി റൈസ് ആക്കി റൈസ് ആക്കി റൈസ് റൈസ്. ആ ഓക്കെ എടുത്തു ആ എടുത്തു. ആക്സിഡന്റ് എടുക്കും എടുക്കും. ആക്സിഡന്റ് ഓക്കെ
തന്നെ ഹോൾഡ് ആയിരിക്കും. വൈപ്പർ എന്നാണൊക്കെ ഒരു ഓട്ടോ ആ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാലും ഓക്കെ ഒരു കിട്ടും. വീണ്ടും ആ ഓട്ടോ അവിടെ കൊണ്ടുപോയി നിർത്തി. ഓട്ടോ റൈറ്റ്. സ്പീഡ് കൂട്ടിക്കൊടുത്തു. അതുകൊണ്ട് ആ തേർഡ് ഗിയറിൽ ആ ഒരു സ്പീഡ് എത്താണ്ടാണ് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ കൊടുത്തത്. സെക്കൻഡ് ഗിയറിന് തേർഡ് ഗിയറിൽ ഓക്കെ. ഓ എല്ലാം റോഡ് കുറച്ചുകൂടി സ്പീഡാക്കാൻ നമ്മൾ ഇപ്പൊ ഏത് ലെഫ്റ്റ് സൈഡൊക്കെ ശ്രദ്ധിക്കണം. ഓട്ടോയൊക്കെ കയറി വരും ടൗണിൽ നിന്നാണ്. പല രീതിയിലും പല എന്താ പറയുന്ന വണ്ടി ഓടിക്കുന്നവരുണ്ടാവും. ഓക്കെ ഇടയ്ക്ക് ഈ മിററൊക്കെ ശരിക്കും 2-3 മിററുണ്ട്. അതുപോലെ നിർത്തിയിട്ട വണ്ടീൻ്റെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഡോർ തുറക്കുന്നുണ്ടോ, അതിന് മിസ്റ്റേക്ക് ഗ്യാപ്പ് ഇട്ട്. ഇപ്പോൾ ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തി, ചിലപ്പോൾ അവിടെ ആ വണ്ടിയിൽ നിന്ന് ഒരാൾ കാലെടുത്ത് വെക്കാം. നേരെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടുപ്പിച്ച് ചോദിക്കാൻ നമ്മുടെ വണ്ടീൻ്റെ മുമ്പിലോട്ടായിരിക്കും കാല് വെക്കുന്നത്. ആ ഗ്യാപ്പാണ്. ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഈ റൈറ്റോട്ട് പോകണം. എന്നിട്ട് ആ സൈഡിലോട് ചേർത്ത് പിടിക്കും. അതെ കൈ ഇങ്ങനെ കറങ്ങി വന്നു. വേഗം മുന്നിലോട്ട് മാറും. എന്താ 30 എത്തുന്നില്ല വരുമ്പോൾ കാണുമ്പോൾ. കുറച്ചുകൂടി റേസിലോട്ട് വരട്ടെ. ആ ത്രോട്ടിൽ ആക്സിലേറ്ററിന് ആ കൂടുതൽ കൊടുക്കും. റേസിലോട്ട് വരട്ടെ വണ്ടി. ഇല്ല 40 എത്തിച്ചിട്ട് പോകുന്നവർ കൊടുക്കാറുള്ളൂ. സ്പീഡിലോട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് സ്പീഡിൽ പോയി ഗിയറിടാൻ പറ്റിയില്ല. തേർഡ് ഗിയർ തന്നെ പോയാൽ മതി. 4ാമത്തെ ഗിയർ ചെയ്യണ്ട. വേഗം സൈഡിൽ മുറ ഇവിടെ ശ്രദ്ധിച്ചു കൊടുക്കും. ഇവിടുന്ന് ലെഫ്റ്റ് വെച്ചിട്ട് വണ്ടി റോഡിന്റെ തെറ്റില്ല. അല്ലാതെ ശരിച്ചു കുഴപ്പമില്ലായിരുന്നു. അത് കുറച്ചും കൂടി അത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. വെള്ളത്തിൽ ഇട്ടാൽ മതിയായിരുന്നു. അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നീ വണ്ടി ഓടിക്കുമ്പോൾ നീയിപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും വണ്ടി വരുന്നത്. അപ്പൊ നിനക്കാണ് നീയാണ് ഡ്രൈവർ. അപ്പം അതായത് നിനക്ക് അറിയാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അതിന്റെ മുന്നേ നീ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ്. ഇനിയിപ്പോ ലെഫ്റ്റ് സൈഡ് തന്നെ. നേരെ ആ ഡോറ് ഇതിനെ ശ്രദ്ധിക്കണം. ഇവര് ലോഡ് ഇറക്കുന്നതായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ആവും വണ്ടി. അപ്പോൾ മിസ്റ്റേക്ക് ഗ്യാപ്പ് ഇടണം. നിർത്തിയില്ലെങ്കിൽ നമുക്കെടുത്ത് വണ്ടി മുന്നോട്ട് പോകാം. ഇതൊക്കെ നോക്കി കൊടുക്കണം. ബാക്കിൽ വണ്ടി ഉണ്ടാവും. ഉണ്ടോ അവരെങ്ങോട്ടോ തിരിയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത് ആ ഇൻഡിക്കേറ്റർ കാണുന്നില്ല. അവർ തടസ്സമായി നിൽക്കണം. ഓക്കെ, സ്പീഡാണ്.
കുറച്ചുകൂടി വേഗം സ്പീഡ് ആയിക്കോട്ടെ. ഗിയർ മാറുമ്പോൾ ഗിയർ അപ്പിലോട്ട് വരുമ്പോൾ സ്പീഡ് ലിമിറ്റ് എത്തിട്ട് ഇവിടെ ശ്രദ്ധിച്ചില്ല. ലെഫ്റ്റ് സൈഡിൽ നാലാമത്തെ ഗിയർ ഇടുക. ചവിട്ടാണ്ട് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് ഇടണം. വണ്ടി ടയറിന് കറക്കുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ ആയത് കൂളായിട്ട് എടുക്കും. സൈഡ് വരില്ല വണ്ടി. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാ പോകുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വരട്ടെ. കിട്ടുമോ? റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത് നമുക്ക്. അപ്പൊ നമ്മളിപ്പോ റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇടതുവശം ചേർന്ന് വരികയും ഈ റൈറ്റ് സൈഡിലോട്ട് മെയിൻ റോഡിലോട്ട് നമ്മള് എൻ്റർ ചെയ്യും. അങ്ങോട്ട് കയറി പോവാണ്. അതായത് നമ്മള് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടല്ല റൈറ്റ് സൈഡിലോട്ട് വരുന്നുണ്ട്. റോഡിന്റെ സെന്ററിൽ മധ്യഭാഗത്തോട്ട് വരിക. ബൈക്കിന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് പിടിക്കരുത്, ആ റൈറ്റിലോട്ട് പിടിക്കരുത്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാല് ബൈക്കിന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യാം, നമ്മള് മറികടന്ന് പോവാം. അവിടെ നിന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യും, ഇവിടേക്ക് പോകും. ഒരു വണ്ടി വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്, എടുക്ക്. ഓട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് നിർത്തണം. റോഡ് വിട്ട് ഇറക്കി നിർത്തണം വണ്ടി. നാല് ഗിയർ മാറണം. വേഗം ഗിയറിലോട്ട് മാറ്റാം. ഓക്കെ, ആ വണ്ടിയൊക്കെ കയറും. സ്പീഡാക്കി ഗിയർ മാറാം. സ്പീഡാക്കാം. ഓക്കെ, വണ്ടി ഓക്കെ. നാലാമത്തെ ഗിയറിൽ വന്നു. ഇനി വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. അപ്പം ഇൻഡിക്കേറ്റർ ഇട്ട് കുറച്ച് മീറ്റർ കഴിഞ്ഞിട്ട് മൊത്തം നിർത്തിയാൽ മതി. പെട്ടെന്ന് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ഉണ്ടാവില്ല, വളവാണ്. ഓക്കെ.
വളവാണ്, നിർത്താൻ പറ്റില്ല. കാഴ്ചയുടെ കൂട്ടി കൊടുക്കാം. റോഡ് നേരെ ആയി കഴിയുമ്പോൾ എവിടെയെങ്കിലും നിർത്തിക്കും. കടലിൽ എന്തെങ്കിലും നിർത്തുന്നുണ്ട്. ആ വണ്ടി ഇറങ്ങുന്നതിന്റെ അത് കഴിഞ്ഞ് നിർത്തിയാൽ നിർത്തും. റോട്ടില് വണ്ടി നിന്ന് പോകരുത്. വണ്ടി നിർത്തണ്ടേ? അഥവാ റോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് മിററും കൂടി നിർത്തുക, ശ്രദ്ധിക്കണം. മെയിൻ റോഡ് നമ്മൾ നിർത്തുന്നില്ല. പെർമനന്റ് വെക്കണം. നേരെ 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 കണ്ടോ, എല്ലാ വണ്ടിയും ലെഫ്റ്റ് സൈഡ് ചേർന്നാ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് നിർത്തുമ്പോൾ റോട്ടിൽ നിർത്തി ഓഫാക്കി. ഓഫാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതെ, ഇൻഡിക്കേറ്റർ അത് തന്നെ. വണ്ടി ഓഫ് ചെയ്യാം. ഫസ്റ്റ് ഗിയറിലോട്ട്. ഓക്കെ. ക്ലച്ചിന്റെ പെടുന്നാണ് ആദ്യമേ കാതെടുക്കേണ്ടത്, എന്നിട്ട് ബ്രേക്കിന് വരും.